ലൈവ് മീഡിയ മൂർക്കനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു ഫിഷിംഗ് വ്ളോഗുമായിട്ടാണ്. മൂർക്കനാട് പടിഞ്ഞാറ്റുംപുറത്തുള്ള പാട്ടുകോട്ടിൽ ക്ഷേത്രത്തിലെ താലപ്പൊലി കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസം തന്നെ അമ്പലക്കുളത്തിലെ മീനുകളെ ലേലം ചെയ്യാറുണ്ട് എല്ലാ വർഷവും. അപ്പോൾ ഇപ്രാവശ്യം അതിൻ്റെ ലേലം കഴിഞ്ഞു. പടിഞ്ഞാറ്റുംപുറത്ത് തന്നെയുള്ള ഒരു കൂട്ടം യുവാക്കൾ ചേർന്നാണ് ഇതിലെ മീൻ ലേലത്തിൽ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മീൻ പിടിക്കുന്ന കാഴ്ചകളും ഒക്കെയാണ് ഈ ഒരു വ്ളോഗിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാടത്തിനോട് ചേർന്നുള്ള ഒരു കുളമായതുകൊണ്ട് തന്നെ ചേറുമീൻ, വരാൽ, കണ്ണൻ എന്നൊക്കെ പറയുന്ന മീനുകളാണ് കൂടുതൽ ഈ കുളത്തിൽ എല്ലാ വർഷവും ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ അപകടകാരിയായിട്ടുള്ള കാരി എന്നൊക്കെ പറയുന്ന കടു ഇഷ്ടം പോലെയുള്ള കുളമാണ്. മീൻ പിടിക്കുന്നവരൊക്കെ മുൻ വർഷങ്ങളിലൊക്കെ തന്നെ മീൻ പിടിക്കുന്നവരെ അത്യാവശ്യം നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുള്ള ചരിത്രമൊക്കെ തന്നെ ഉണ്ട് ഈ കുളത്തുനിന്ന്. എന്തായാലും ഈ കാഴ്ച നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നവരെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരം വീഡിയോസുകൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്തുകൊണ്ട് ഒന്ന് സഹകരിക്കുക. അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക. മനോഹരമായിട്ടുള്ള ഒരു മീൻപിടുത്തമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കുളത്തിലെ വെള്ളം വറ്റിക്കുന്നതിനോടൊപ്പം തന്നെ പായലുകൾ നീക്കം ചെയ്യുക എന്നുള്ളത് ഒരു ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യമാണ് ആദ്യം തന്നെ മീൻപിടുത്തക്കാരെ കാത്തിരുന്നത്. അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം പായലെല്ലാം നീക്കം ചെയ്ത് വല ഇറക്കിയിട്ടുണ്ട്. ഇപ്പോഴും അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കുളത്തിൽ. ഒരാൾക്ക് ആഴത്തിലൊക്കെ എപ്പോഴും വെള്ളമുണ്ട്. ഇനി ഒരുപാട് വെള്ളം ഇനിയും താഴാനുണ്ട്. എന്നാലും ഇപ്പം തന്നെ അവർ മീൻപിടുത്തം തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു മീൻപിടുത്തത്തിന് നേതൃത്വം നൽകുന്നത് ഹൈദ്രസ്ക, അതുപോലെ തന്നെ സെയ്തലവിക്ക, അതുപോലെ തന്നെ CK വഹാബ്ക്ക ഒക്കെ തുടങ്ങിയവരാണ്. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലെ മീൻപിടുത്തക്കാർ തന്നെയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഒരുപാട് പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു താല്പര്യത്തോടെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് കാണാനും ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ഉത്സവ അന്തരീക്ഷത്തിൽ തന്നെയാണ് ഈ ഒരു മീൻപിടുത്തം ഇവിടെ നടക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും ഈ ഒരു മീൻപിടുത്തത്തിലെ പങ്കാളികളാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഫിഷിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഫിഷിങ്ങിൻ്റെ തുടക്കത്തിൽ തന്നെ ചേറുമീൻ, കണ്ണൻ എന്നാണ് നമ്മുടെ ഈ പ്രദേശത്തൊക്കെ പറയാം. അതും നല്ല രീതിയിൽ കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കടു, പിന്നെ മനിഞ്ഞിൽ തുടങ്ങിയ മീനുകളൊക്കെ തന്നെ ഫിഷിങ്ങിൻ്റെ ആദ്യം മുതലേ തന്നെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വെള്ളം കൂടുതൽ താഴുന്നതിനനുസരിച്ച് കൂടുതൽ മീൻ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള മീൻപിടുത്തക്കാരൊക്കെ കേട്ടോ. വലിയ മോട്ടോർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു കുളത്തിലെ വെള്ളം വറ്റിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വെള്ളം താഴ്ന്ന് കിട്ടുന്നത് എന്നുള്ളതായിരുന്നു ഒരു സമാധാനമുള്ളത്.
കുളത്തിൽ വെള്ളം താഴുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ പൊത്തുകളിലൊക്കെ ഒളിച്ചിരിക്കുന്ന മീനുകളൊക്കെ പുറത്ത് ചാടാൻ തുടങ്ങി. വലകൾ ഉപയോഗിച്ചും ഒക്കെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ഒക്കെ മീനുകൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യവും വ്യത്യാസമൊന്നുമില്ല. കടു മീൻ പിടിക്കുന്നവരുടെ കയ്യിലൊക്കെ തന്നെ ചെറിയ രീതിയിൽ ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും വകവെക്കാതെ നല്ലൊരു ആവേശത്തോടെ മീൻപിടുത്തം തുടരുകയാണ് കേട്ടോ എല്ലാവരും. കുളത്തിലെ വെള്ളം ഇപ്പോൾ ഏതാണ്ട് വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മീൻ പിടിക്കാൻ പറ്റിയ സമയമാണ്. കാരണം ചെറിയ വെള്ളത്തിൽ മീനുകൾ ഒന്നിച്ച് ഉണ്ടാകുമ്പോൾ താഴെ വല വെച്ചുകൊണ്ട് അതിനകത്തുള്ള മീനുകളെയൊക്കെ തന്നെ വളരെ പെട്ടെന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും. എന്തൊക്കെ പറഞ്ഞാലും ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക വൈബ് തന്നെ കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒരു ഉത്സവാന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു മീൻ പിടിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വൈബ് വളരെ വ്യത്യസ്തമാണ് എന്ന് തന്നെ പറയാൻ പറ്റും. അത് ആസ്വദിച്ചവർക്ക് അതിനെ ആ ഒരു ഫീല് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ രാത്രി 1:30 മണിയാണ്. ഈ സമയത്തും ഇത്രയും പേര് ഈ മീൻപിടുത്തം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ കരയിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് അതിൻ്റെ മുകളിലും ഒരുപാട് പേരൊന്ന് വീക്ഷിക്കുന്നുണ്ട് ഈ ഒരു മീൻപിടുത്തം. അപ്പോൾ ആ ഒരു ആവേശം എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. മീൻപിടുത്തം അങ്ങനെ തകൃതിയായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുളത്തിലുള്ള ഏകദേശം പകുതിയിലധികം മീനുകളൊക്കെ പിടിച്ച് കരയിലെത്തിച്ചിട്ടുണ്ട്. ഇനിയും മീനുകളുണ്ട്. വെള്ളം ഇടയ്ക്ക് നല്ല ഉറവുള്ളത് കൊണ്ട് തന്നെ വളരെ കുറച്ച് സമയമേ കിട്ടുകയുള്ളൂ. വെള്ളം നന്നായി വറ്റിച്ചാൽ പോലും മിനിറ്റുകൾ കൊണ്ട് വീണ്ടും കുളം നിറയുന്ന ആ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നൊരവസ്ഥയാണ്. അപ്പോൾ വീണ്ടും പമ്പ് സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് വെള്ളം താഴ്ത്തുന്നുണ്ട്, മീൻ പിടിക്കുന്നുണ്ട്. എന്തായാലും മുഴുവൻ മീനെയും പിടിച്ചിട്ട് അതിനകത്തുനിന്ന് കയറുകയുള്ളൂ എന്നുള്ളൊരു വാശിയിലാണ് എല്ലാ മീൻപിടുത്തക്കാരും. എന്തായാലും ആവേശകരമായിട്ട് അപ്പോൾ സെയ്തലവി അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല വലിയൊരു കണ്ണനെ തന്നെ പിടിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 2 കിലോയ്ക്ക് അടുത്തുള്ള ഒരു കണ്ണനെ സെയ്തലവി പിടിച്ച് കരക്കെത്തിക്കുന്നുണ്ട്. കണ്ടില്ലേ
രണ്ടുണ്ടാവും രണ്ടൊന്നുമില്ല നോക്ക് ഞാനല്ലേ അത് എടുത്തില്ല കാണിക്കില്ല ഞങ്ങളുടെ ചോദിച്ചാ കൂട്ടത്തിൽ ഏറ്റവും ഇളയവനായ സിനാൻ തൻ്റെ കഴിവ് പുറത്തെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. പക്ഷേ പല മീനുകളും അവൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നുണ്ട്. ഒപ്പം മീൻ പിടിക്കുന്നവരൊക്കെ അവനെ ട്രോളുന്നുണ്ട്. പക്ഷേ സിനാൻ്റെ ഒരു മറുപടി ഉണ്ട് ഇവിടെ. ആ ഒരു കോൺഫിഡൻസാണ് സിനാനിൽ കണ്ടത്. അതുപോലെ തന്നെ എല്ലാവരും വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്രമമോ ഇടവേളയോ ഒന്നുമില്ല, കണ്ടിന്യൂ ആയിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തട്ടി കൊടുക്കാൻ പറയാം കാലത്തോളം കയറിക്കോട്ടെ. ഏതാണ്ട് പാമ്പിനോട് രൂപസാദൃശ്യമുള്ള നമ്മുടെ മനിഞ്ഞിൽ എന്ന് പറഞ്ഞിട്ടുള്ള മീൻ ഈ വെള്ളം ഇറങ്ങുമ്പോൾ ചെറിയ പൊത്തുകളിൽ നിന്ന് ഒക്കെ പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പോൾ അതിനെ തല്ലിക്കൊല്ലാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷേ അത് വെള്ളത്തിലേക്ക് തന്നെ ചാടുകയായിരുന്നു. പക്ഷേ വീണ്ടും അതിനെ കരക്കെത്തിച്ചു എന്നുള്ള ആ ഒരു കോൺഫിഡൻസ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എല്ലാവരിലും ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളത്. വളരെ കടുവിൻ്റെ കുത്ത് കൊണ്ടിട്ടാണെന്നുണ്ടെങ്കിലും എന്തായാലും ഈ കുളത്തിലെ മുഴുവൻ മീനുകളും പിടിച്ച് എടുക്കും എന്നുള്ള ഒരു വാശി തന്നെയാണ് എല്ലാവരും. ഇതിനെ പിടിച്ചിട്ടേ ചട്ടിയിലിട്ടിട്ടേ അപ്പോൾ രാത്രി 10 മണിയോട് കൂടിയിട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ഫിഷിങ് പുലർച്ചെ 3 മണിയോട് കൂടിയിട്ട് അവസാനിക്കുകയാണ്. അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഷെയർ ചെയ്യാനുള്ളതൊക്കെ തന്നെ അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട്. കണ്ണൻ, ചേറുമീൻ, വരാൽ എന്നൊക്കെ പറയും, അതാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ കാരിയുണ്ട്, അനാബസ് ഉണ്ട്, മനിഞ്ഞിലുണ്ട്, അങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ട്. എന്തായാലും കുഴപ്പമില്ലാത്ത ഒരു ഫിഷിങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും എൻജോയ് ചെയ്തു. ആ ഒരു സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്ന ആ ഒരു എനർജി അവസാനം വരെ കീപ്പ് ചെയ്യാൻ എല്ലാവർക്കും പറ്റിയെന്നുള്ളതാണ് ഈ ഒരു മീൻപിടുത്തത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.
അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 24 പേര് ചേർന്നിട്ടാണ് ഈ ഒരു ലേലത്തുകയും അതുപോലെ തന്നെ മീൻ പിടിച്ചെടുക്കാനുള്ള ഒരു തുകയൊക്കെ 24 പേര് ഷെയർ ചെയ്തിട്ടാണ് ഇതിനുള്ള തുക കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്കൊക്കെ തന്നെ കൃത്യമായ തൂക്കത്തിൽ മീൻ ഇവിടെ വീതിച്ച് നൽകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരൊറ്റ കണ്ണൻ 1960 ഏകദേശം 2 കിലോയ്ക്ക് അടുത്ത് ഉള്ള ഒരു കണ്ണൻ അതായിരുന്നു ഏറ്റവും വലുതുണ്ടായിരുന്നത്. ആ ഒരു ഏകദേശം അതിനേക്കാളൊക്കെ ഒരു ചെറിയ രീതിയിൽ കുറവുള്ള മീനുകളൊക്കെ തന്നെ വേറെയും ഒരുപാടുണ്ടായിരുന്നു. എന്തായാലും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം, നല്ല ഒരു ഫിഷിങ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എനിക്ക് പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ചാനലിലെ പോരായ്മകളൊക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ ചൂണ്ടിക്കാണിക്കണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ വളരെ വിലപ്പെട്ടതാണ്, എനിക്ക് തീർച്ചയായും നമ്മൾ പരിഗണിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ തൽക്കാലത്തേക്ക് ബൈ.